നമുക്ക് മിക്കവർക്കുമുള്ള ഒരു സ്വഭാവമാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലെ പോസ്റ്റുകൾ അത് എന്ത് തന്നെ ആയാലും അതിലെ കമന്റ് സെക്ഷൻ തുറന്ന് വായിക്കാതെ ഒരു സമാധാനം ഉണ്ടാകില്ല. ശരിയാണ്, നമ്മുടെ സംശയ നിവാരണത്തിന് ഈ കമന്റ് സെക്ഷൻ വായിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു ചില ആളുകൾ ഈ കമന്റ് സെക്ഷൻ തുറക്കുന്നത് തന്നെ അവിടെ എന്തെങ്കിലും ഡിബേറ്റ് നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിരിക്കും. വേറെ ചില ആളുകളാണെങ്കിൽ ഡിബേറ്റ് ഉണ്ടാക്കാനും, ഒരു വിഭാഗം ആളുകൾ ആരെങ്കിലും കമന്റ് സെക്ഷനിലൂടെ ചോദിച്ച ചോദ്യത്തെ ഡിബേറ്റ് രൂപത്തിലാക്കാനും അവരെ പ്രകോപിപ്പിക്കാനും വേണ്ടിയിട്ടായിരിക്കും. 3 തരത്തിലായിരിക്കും നിങ്ങൾ പ്രകോപിതനാവുക. നിങ്ങൾ ഇടുന്ന പോസ്റ്റിന് താഴെ ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തരത്തിൽ ഒരു കമന്റ് ഇടുന്നു. യു മൈറ്റ് ബി ട്രിഗേർഡ്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റിന് താഴെ അനുയോജ്യമായ ഒരു കമന്റ് നിങ്ങൾ ഇടുമ്പോൾ ആ കമന്റ് കണ്ട് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി നിങ്ങളെ പ്രകോപിതനാക്കുന്ന തരത്തിൽ ഒരു കമന്റ് ഇടുമ്പോൾ നിങ്ങൾ പ്രകോപിതനാകും. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ഒരു പോസ്റ്റിന് താഴെയുള്ള ഒരു കമന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോഴും യു വുഡ് ബി ട്രിഗേർഡ്. ഈ 3 സന്ദർഭങ്ങളിലും യു ഷുഡ് ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങൾക്ക് കണ്ടിട്ടും കാണാത്ത തരത്തിൽ ഒഴിഞ്ഞു പോകാം, ബട്ട് നിങ്ങളത് ചെയ്യില്ല. കാരണം എന്താ? യു നീഡ് ടു ഫൈറ്റ് ബാക്ക്. പ്രതികരിക്കണം. പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ ആരാകും എന്നൊക്കെ തോന്നി തുടങ്ങും നിങ്ങൾക്ക്. ശരിക്കും ഒരു റാഷണൽ ഡിബേറ്റ്, യുക്തിസഹമായ സംവാദത്തിന് ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങൾ നോർമൽ ആയിരിക്കും. ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, നിങ്ങൾ ദേഷ്യത്തിലാണ്, കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കൺട്രോൾ. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല നിങ്ങളും നിങ്ങളുടെ മനസ്സും. എങ്കിൽ ഒരു ഡിബേറ്റിന് യുക്തിപരമായി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കില്ല, അല്ലെ? അത് ഓൺലൈനിലായിക്കോട്ടെ അല്ലെങ്കിൽ മുഖാമുഖം കണ്ടുകൊണ്ടായിക്കോട്ടെ, സാധിക്കില്ല, അല്ലെ? ഇത്തരത്തിലൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി എന്ത് ചെയ്യാനും നിങ്ങൾ പ്രാപ്തരാകും. എന്ത് റിസ്ക് വേണമെങ്കിലും നിങ്ങൾ എടുക്കും. ഇനി പൊതുവെയുള്ള ഒരു ചിന്താഗതിയാണ്, നിങ്ങളൊരു ഡിബേറ്റ്, ഒരു സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സംവാദത്തിന്റെ അവസാനം പറഞ്ഞു നിർത്തുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ആ സംവാദത്തിന്റെ അല്ലെങ്കിൽ ആ ഡിബേറ്റിന്റെ വിജയി നിങ്ങളാണെന്ന്. ശരിക്കും അങ്ങനെയാണോ? ഇത് മറ്റുള്ള ആളുകളെ നിങ്ങളുടെ പെർസ്പെക്റ്റീവിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിലേക്ക് ആകർഷിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ പ്രശ്നം ഉണ്ടായിട്ട് അതിനെ പരിഹരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ആ പ്രശ്നം ഉണ്ടാകാതെ അതിനെ തടയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആർഗ്യുമെന്റിന്റെ സമയത്ത് ഏറ്റവും അവസാനം, ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത് നിങ്ങളാണെങ്കിൽ അത് നിങ്ങളെ ഒരു തരത്തിലും വിജയിയാക്കുന്നില്ല. അതുപോലെ ഒരാളുമായി നിങ്ങൾ തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ അയാളുമായി വിയോജിപ്പിലാണെങ്കിൽ നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോൾ നിങ്ങൾ വിജയിയാകുന്നില്ല. അവിടെ നിങ്ങളാണ് ശരി എന്ന് മറ്റുള്ളവരെ അത് തോന്നിപ്പിക്കുകയുമില്ല. അതുപോലെ ആർഗ്യുമെന്റ് ഒക്കെ കഴിഞ്ഞ് പിന്നീട് അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് നമ്മുടെ വാല്യുബിൾ ടൈമും അതുപോലെ മെന്റൽ എനർജിയും നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് മനുഷ്യർ ഇന്നുണ്ട്. സോ വാട്ട് ക്യാൻ യു ഡു? നമ്മൾ എന്തും പറയുന്നതിന് മുൻപേ ഒരു നിമിഷം, കുറച്ചു നേരമെങ്കിലും ഒന്ന് ചിന്തിക്കണം. അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് നോക്കാം. ഒരു ചൂടേറിയ സംവാദം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയം നിങ്ങൾ പ്രകോപിതനാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ പ്രതികരണം പല കാര്യങ്ങളിലൂടെയായിരിക്കും കടന്നു പോവുക. പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ ഭയങ്ങൾ, വേദനകൾ, നഷ്ടങ്ങൾ, ഇവയിലൂടെയൊക്കെ കടന്നു പോകും. ഈ സമയത്ത് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ സാധിച്ചാൽ, നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോഴുള്ളത് നിങ്ങളല്ല ആക്ച്വലി എന്ന്. നിങ്ങൾ ആരാണോ അയാളല്ല നിങ്ങളിപ്പോൾ. നിങ്ങളുടെ സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. പല മനുഷ്യർ ജീവിതത്തിന്റെ പല മേഖലകളിലായിരിക്കും അമിത ഭാരമുള്ളവരായിരിക്കുന്നത് അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിരിക്കുന്നത്. നമുക്ക് ശക്തിയില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി പുറത്തേക്ക് വരും, അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്തു. ഈ സോഷ്യൽ മീഡിയകളിലെ പോസ്റ്റുകളിൽ പോയി ഡിബേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യുകയാണ് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ബട്ട് ആക്ച്വലി അങ്ങനെയല്ല. ചില സന്ദർഭങ്ങളിൽ ഒന്നും പറയാതിരിക്കുന്നതും പവർഫുൾ ആയ കാര്യമാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നിങ്ങൾ വീക്കായിരിക്കുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ ശാന്തമായി പ്രതികരിക്കണം എന്ന് ഒരു ഉറപ്പില്ലാത്ത സമയത്തും നിങ്ങൾ ഒന്നും പറയാതിരിക്കുക. സേ നത്തിങ്. അതും പവർഫുൾ ആണ്. സംടൈംസ് സൈലൻസ് ഈസ് ഓൾസോ പവർഫുൾ. എല്ലാവർക്കും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഈ ടോളറൻസിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഈ ലിമിറ്റിനുള്ളിൽ ഇവർ ശാന്തരായിരിക്കും, കാര്യങ്ങൾ ഗ്രഹിക്കും, വികാരങ്ങളെ നിയന്ത്രിക്കും. ഒരുപക്ഷെ ഇവർക്ക് ഫിസിക്കലി അല്ലെങ്കിൽ എമോഷണലി ഒരു ഭീഷണി വരുമ്പോൾ ഈ ലിമിറ്റ് കടന്നിവർ പുറത്തേക്ക് വരും. ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ ഇവരുടെ BP കൂടും, അതുപോലെ ഹാർട്ട് റേറ്റ് കൂടും. ഈ അവസ്ഥയിൽ ചിലപ്പോൾ ഇവർ ഫ്രീസായി നിൽക്കും അല്ലെങ്കിൽ ഇവരുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസം ആക്ടിവേറ്റ് ആവും. ഇതൊരു ചായപാത്രം അടുപ്പിൽ തിളച്ചു മറിയുന്നതിന് സമാനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നീരാവിയെ പുറന്തള്ളാം, അല്ലെങ്കിൽ അടക്കി അകത്ത് നിറയ്ക്കാൻ ശ്രമിക്കാം. ഒരു മികച്ച തന്ത്രം എന്ന് പറയുന്നത് അടുപ്പിലെ തീ അങ്ങ് കുറയ്ക്കുക എന്നതാണ്. പിന്നെ ഓർക്കേണ്ടത്, നിങ്ങൾ തർക്കിക്കുന്ന വ്യക്തിയും ഇതേ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസത്തിലായിരിക്കും. നിങ്ങൾ ആരോടാണോ തർക്കിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തി പോലും അല്ല അത്. നിങ്ങൾ ആ വ്യക്തിയുടെ വേദനകളോടും
അവരുടെ ജീവിതത്തിലുണ്ടായ ആഘാതങ്ങളോടും അവരുടെ പാസ്റ്റിനോടുമാണ് തർക്കിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ബ്രേക്ക് എടുക്കാം, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പോകാം, അല്ലെങ്കിൽ ഐ എം സോറി എന്ന് പറഞ്ഞ് പ്രശ്നം പരിഹരിക്കാം. നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പറയാം, ഈ പറഞ്ഞത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു എന്ന്. എന്തെങ്കിലും പ്രതികരിക്കുന്നതിന് മുൻപ് നിങ്ങൾ ദേഷ്യത്തിലുമാണെങ്കിൽ നിങ്ങൾക്ക് 1 മുതൽ 10 വരെ കൗണ്ട് ചെയ്യാം. ഇങ്ങനെ താൽക്കാലികമായി ഒരു ബ്രേക്ക് എടുക്കുന്നത് നിങ്ങളുടെ ചിന്തയെ മായ്ക്കാൻ സഹായിക്കും. ഞാൻ ഇനി പറയാൻ പോകുന്ന സാഹചര്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾ പ്രതികരിക്കാനേ പോകരുത്. സിംപ്ലി ഇതിനെ ഹാൾട്ട് എന്ന് പറയാം. ഹംഗ്രി, നിങ്ങൾക്ക് വിശപ്പുള്ളപ്പോൾ. അംഗ്രി, നിങ്ങൾക്ക് ദേഷ്യമുള്ളപ്പോൾ. ലോൺലിനെസ്, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ. ടയർഡ്നെസ്, നിങ്ങൾക്ക് ക്ഷീണമുള്ളപ്പോൾ. ഈ അവസ്ഥകളിലൊന്നും നിങ്ങൾ പ്രതികരിക്കാനേ പോകരുത്. ഈ അവസ്ഥയിൽ ശരിക്കും നിങ്ങളായിരിക്കില്ല. നിങ്ങൾക്ക് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ഉണ്ടാവില്ല. ശരിക്കും നിങ്ങൾ പ്രകോപിതനാവുക പഴയതിനെ പറ്റിയോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെ പറ്റിയോ അല്ലെങ്കിൽ ഭാവിയെ പറ്റിയോ ചിന്തിച്ചായിരിക്കും. ആ ഒരു ചിന്തയെ പ്രസന്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നിങ്ങൾ വിജയിച്ചു. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ ചെയ്യാം, ഒരു വാക്ക് പോകാം, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുള്ള വ്യായാമങ്ങൾ ചെയ്യാം. നാം നമ്മുടെ സുഹൃത്തുക്കളുമായി വഴക്കിടാറുണ്ട്. ആ ഒരു പ്രശ്നം വഷളാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ആ ഒരു നിമിഷത്തേക്ക് മാത്രം അത് വളരെ പ്രധാനപ്പെട്ടതായി തോന്നും. 1 മാസം കഴിഞ്ഞ്, പോട്ടെ, ഒരാഴ്ച കഴിഞ്ഞ് അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കുക പോലും ഉണ്ടാവില്ല നമ്മൾ. നമ്മുടെ സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തിന്റെ ആഴം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വളരെ വളരെ ചെറുതായിരിക്കും. നമുക്കൊരു സെൽഫ് കമ്പാഷൻ വേണം, ഒരു അനുകമ്പ വേണം. മറ്റുള്ളവരെ മനുഷ്യരായി, നമ്മളെപ്പോലെ ഒരു മനുഷ്യരായി കണ്ടുകൊണ്ട് അവരോട് ക്ഷമിക്കാൻ പഠിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പൂർണ്ണ ഒരു മനുഷ്യനായി മാറും. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെ പറയുന്നതിന് മുൻപേയും ഒരു ബ്രേക്ക് എടുത്ത് ഒന്ന് ചിന്തിക്കുക, ഇതിപ്പോൾ പറയണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ചെയ്യണോ എന്നൊക്കെ.